ജെൻഡർ ന്യൂട്രാലിറ്റി. അപ്പോൾ അത് കേരളത്തിൽ നമ്മൾ ചർച്ചയാകുന്നത് 2021 ഡിസംബർ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ സ്കൂളിലാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ചർച്ചകൾ ആരംഭിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി അത് സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരും, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നൊക്കെയുള്ള ഈക്വാലിറ്റി തുടങ്ങിയ സംജ്ഞകളാണ് ഇതിൻ്റെ പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരാൻ ഇതിന് സാധിക്കുന്നുണ്ടോ? അത് എത്രത്തോളം സാധ്യമാണ്? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഇത് വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകൾ, മീമുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആകട്ടെ, ജെൻഡർ ന്യൂട്രൽ വാഷ്റൂം, ഓൾ ജെൻഡേർഡ് വാഷ്റൂം ആകട്ടെ, ഇത് സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ അതിനെ തെളിയിക്കുന്ന ഒരു പഠനങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിതിവിധ കണക്കുകളൊന്നുമില്ല. അങ്ങനെ ഒന്നും നിലവിലില്ല. മറിച്ച് ഇതിനൊരു പുരോഗമന കുപ്പായമുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ജെൻഡർ പൊളിറ്റിക്സ് നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ വിയോജിപ്പിൻ്റെ മർമ്മം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ വസ്ത്രമാവട്ടെ, അതുപോലെ തന്നെ ഇനി വാഷ്റൂം ആകട്ടെ, അതിപ്പോൾ ഓൾ ജെൻഡേർഡ് ആകുന്നതിൽ അത് ഡിസ്കഷൻ വേറെയാണ്. അപ്പോൾ ഓൾ ജെൻഡേർഡ് ആകുന്നതിലൂടെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഞാൻ അതിലേക്ക് കടക്കാം, എന്നിട്ട് നമുക്ക് മറ്റ് ബാക്കിയുള്ളതിലേക്ക് പോകാം. ഓൾ ജെൻഡേർഡ് ആകുന്നതിലൂടെ ഒന്നാമത് അത് പോയിന്റ്ലെസ് ആണ്, വേസ്റ്റ് ആണെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വാഷ്റൂം ചൂസ് ചെയ്യുമ്പോൾ വാഷ്റൂം ഒന്ന് നമ്മൾ പ്രൈവസി, പിന്നെ സേഫ്റ്റി, പിന്നെ കംഫർട്ട്, ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾക്കുള്ളത്. പ്രത്യേകിച്ച് അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാഷ്റൂമുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടേതായൊരു പ്രൈവസിയും അതുപോലെ തന്നെ കംഫർട്ടും അവർക്ക് പ്രത്യേകിച്ച് വാഷ്റൂമിൻ്റെ കാര്യത്തിൽ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇല്ലാതാക്കി അവർക്ക് അസ്വസ്ഥത സമ്മാനിക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കൊണ്ടുവരുമ്പോൾ അതിന് എന്തെങ്കിലും പഠനങ്ങളുടെ പിൻബലമുണ്ടോ? ഒന്നുമില്ല. ഒരു പഠനത്തിൻ്റെ പിൻബലം സത്യത്തിൽ ഇതിനില്ല. മറിച്ച് ഇത് ഒക്കെ നടന്നു വന്നിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാകട്ടെ, അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ, ഇത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വലിയൊരു വിഭാഗമാണല്ലോ, എന്താണ് പറയുക, നമ്മൾ ജെൻഡറുകൾ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു വിഭാഗമാണല്ലോ സ്ത്രീകൾ. ഇവർക്ക് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ റിപ്പോർട്ടുകൾ, അനുഭവങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് ആഘോഷിക്കുന്നത് ഒരു പുരോഗമന കുപ്പായം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലേക്ക് കടക്കണം. അപ്പോഴാണ് നമ്മൾ ആ ചർച്ചയുടെ ഒരു മർമ്മത്തിലേക്ക് എത്തുള്ളൂ. ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ആ ട്വിറ്ററിലെ ട്വീറ്റ് മന്ത്രി ആർ ബിന്ദു പറയുന്നത്, ആ ട്വീറ്റ് നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. നമുക്കൊരു വസ്ത്രത്തോടായിരുന്നില്ല നമ്മുടെ സത്യത്തിൽ ആളുകൾ ചോദിച്ചിരുന്നതാണ്. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വസ്ത്രം ധരിച്ചാൽ എന്താണ് പ്രശ്നം, ഇവിടെ എന്താണ് ഉണ്ടാകാൻ പോകണമെന്നാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ മർമ്മം എന്ന് പറയുന്നത് ആ ട്വീറ്റിലാണ് കിടക്കുന്നത്. We are in the works of creating a new Kerala, one defined by equity and sensitivity. To achieve this, our students should first be given access to education in a free environment. നമുക്കാർക്കും അതിൽ എന്തല്ല എതിർപ്പുകളല്ല. പക്ഷേ തുടർന്ന് പറയുന്നത് അൺഹിൻഡേർഡ് ബൈ ദി ബേർഡൻ ഓഫ് സൊസൈറ്റീസ് ഹെട്രോനോർമറ്റീവ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമൂഹത്തെ, സംവേദനക്ഷമതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കലാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്നിട്ട് ആ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുന്ന എന്തിനാണ്? ഹെട്രോനോർമറ്റീവ് എക്സ്പെക്ടേഷനിൽ നിന്ന് മുക്തമായ ഒരു സമൂഹം. അപ്പോൾ ഈ പദം നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ബിന്ദു പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ എതിർവർഗ ലൈംഗികതയാണ് സ്വാഭാവികമെന്ന് മനസ്സിലാക്കുന്ന ഒരു സൊസൈറ്റി, അത് പൊതുബോധമായിട്ടുള്ള ഒരു സൊസൈറ്റി, അതിൽ നിന്ന് മുക്തമായ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വസ്ത്രം ധരിക്കുന്ന വസ്ത്രത്തോടല്ല നമ്മളെ പ്രശ്നം. ആൺകുട്ടികൾ സാധാരണ മനസ്സിലാക്കുന്ന പാൻറ്റും ഷർട്ടും, അത് പെൺകുട്ടികൾ ധരിക്കുന്നതോ ആ വസ്ത്രമോ, അതല്ല നമ്മുടെ ചർച്ച. മറിച്ച് ഇത് എന്തിനു കൊണ്ടുവരുന്നു എന്ന് നടപ്പിലാക്കുന്നവർ ലക്ഷ്യം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ ഓൾ ജെൻഡേർഡ് വാഷ്റൂമും ഒന്ന് ഞാൻ പറഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതെന്തിൻ്റെ ഭാഗം കൂടിയാണ്? ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആശയങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ തലച്ചോറുകളിലേക്ക് സമർത്ഥമായിട്ട് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ കാണാം. അപ്പോൾ ഈ യൂണിഫോം വരുമ്പോൾ ആളുകൾ പറഞ്ഞത് യൂണിഫോം മാത്രമാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ സംവാദങ്ങൾ നടക്കുമ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ സംഭവിച്ച കണക്കുകൾ, അതിൻ്റെ സംഭവങ്ങളൊക്കെ സംവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് ജസ്റ്റ് എന്താണ്, യൂണിഫോമാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്. പക്ഷെ അതിൻ്റെ പിന്നീടുള്ള അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും തുല്യരാണ്. അത് ആളുകൾ പറയാറുണ്ട്, ഇത്രയും സയൻസ് ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ ഇതൊക്കെ എപ്പോഴും പറയുന്ന ആളുകളുണ്ടോ? ജെൻഡർ ന്യൂട്രാലിറ്റി എങ്ങനെയാണ് എതിർക്കുന്നതൊക്കെ ചോദിച്ചു. ശരിക്കും സയൻസ് ഇതിനെ പിന്തുണക്കുന്നതാണോ? സ്ത്രീ പുരുഷ സമത്വം ഒരു വ്യത്യാസമില്ല എന്നാണോ സയൻസ്? അത് പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ നമ്മൾ എല്ലാ ജീവജാലങ്ങളിലും നമ്മൾ ഇത് കാണുന്നുണ്ട്, ആണും പെണ്ണും. പക്ഷേ രണ്ടാൾ വഹിക്കുന്ന ധർമ്മങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമല്ല, രണ്ടും വ്യത്യസ്ത ദൗത്യങ്ങൾ നിർവഹിക്കുന്നതായിട്ടാണ് നമ്മൾ എത്രയോ സസ്തനികൾ, എത്രയോ ജീവജാലങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായിട്ടും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് എന്തല്ല, ഇക്വാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് പ്രകൃതിയിൽ പോലും കാണാൻ പറ്റില്ല.
പിന്നെ ആണും പെണ്ണും പുരുഷനും സ്ത്രീയും തമ്മിൽ തന്നെ ഇപ്പോൾ ഏത് ശാസ്ത്രത്തിൻ്റെ ഏത് കോണിലൂടെ വീക്ഷിച്ചാലും അവർ തമ്മിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ പല മേഖലകളിലും അവർ ബയോളജിക്കലായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പൂർണ്ണമായ അബ്സല്യൂട്ടായ ഒരു ഇക്വാലിറ്റി എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല എന്ന് മാത്രമല്ല ശാസ്ത്രീയപരമായിട്ട് പോലും അത് ശരിയാകാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിറ്റി എന്നുള്ളൊരു ആശയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പുഷ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറയുന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് അത് നമ്മളൊന്നുകൂടി മനസ്സിലാക്കുമ്പോൾ അത് ജെൻഡർ തിയറിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ ജെൻഡർ തിയറി പോലും എന്തല്ല, ശാസ്ത്രീയമായിട്ട് ഒരിക്കലും ഒരു ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാത്ത കുറച്ച് ഊഹാധിഷ്ഠിതമായ ചില ആശയങ്ങൾ നിലകൊള്ളുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ പറയുന്നത് നമ്മുടെ സെക്ഷുവാലിറ്റി, നമ്മുടെ സെക്സ്, അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ, ഇത് മൂന്നും വ്യത്യസ്തമായ അസ്തിത്വങ്ങളാണ്, മൂന്നും വ്യത്യസ്തമായ സത്വങ്ങളാണ്. ഇപ്പോൾ ഒരാളുടെ എന്താ പറയുക സെക്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ ലൈംഗികാവയവങ്ങൾ നിർണ്ണയിക്കുന്ന ഒന്നാണ്. പക്ഷെ അങ്ങനെ അപ്പോൾ നിങ്ങൾ പുരുഷനാണെന്ന് എപ്പോഴാണ് പറയാം, നിങ്ങളുടെ തുടക്കിടയിൽ എന്താണ്, ഏത് ലൈംഗികാവയവമാണ്, അതാണ് നമ്മൾ അതിനെ നിർണ്ണയിക്കുന്ന ഘടകം. പക്ഷെ അത് ഒരാളുടെ ജെൻഡറിനെ നിർണ്ണയിക്കുന്ന ഒന്നല്ല എന്നാണ് ജെൻഡർ തിയറി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ജെൻഡർ തിയറി പറയുന്നത് ഒരാൾക്ക് ഇപ്പോൾ തോന്നുകയാണ് ഇപ്പോൾ പുരുഷന്റെ ലൈംഗികാവയവങ്ങളുണ്ട്, എന്നാൽ അയാൾക്ക് തോന്നുന്നത് എന്താണ്, സ്ത്രീ ആയിട്ടാണ്. അപ്പോൾ അയാളുടെ ജെൻഡറിന്റെ സ്വത്ത് ഏതാണ്, അയാൾ മനസ്സിൽ എന്താണോ തോന്നുന്നത്. അപ്പോൾ വെറും സബ്ജക്റ്റീവായ ഒന്നായിട്ടാണ് ഈ ജെൻഡറിനെ അവരെന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷ്വാലിറ്റി, ഇനിയിപ്പോൾ നിങ്ങൾ ഏത് ജെൻഡറിലും ഏത് സെക്സിലും പെട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആരോടാണോ ലൈംഗികോപന്യാസം തോന്നുന്നത് അതാണ് നിങ്ങളുടെ എന്താണ് സെക്ഷ്വാലിറ്റി. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ആളുകൾക്ക് ഫ്രീ ആയി ചൂസ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ നിങ്ങളുടെ സെക്ഷ്വാലിറ്റി, നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ഒരു എൻവയോൺമെന്റ് ഇതിൽ ഉണ്ടായി വരണമെന്നല്ല. അപ്പോൾ ഇത് സ്ഥായിയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരേ വാർപ്പിൽ നിൽക്കുന്ന അതുമല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്താ പറയുക, ഈ ജെൻഡറിൻ്റെ ഫ്ലൂയിഡിറ്റി ഉണ്ട്, ജെൻഡർ ഫ്ലൂയിഡാണ്. അതുപോലെ എന്താണ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഒരു ജെൻഡറിനാണെങ്കിൽ നാളെ നിങ്ങൾ മറ്റൊരു ജെൻഡറിലേക്ക് മാറാം. അത് കുറച്ച് അതിശയോക്തിയാണെങ്കിലും ഞാൻ പറഞ്ഞാൽ അതുപോലെ നിലനിൽക്കണം എന്നില്ല, അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. സെക്ഷുവാലിറ്റി അതുപോലെ തന്നെ, ഇന്നിപ്പോൾ നിങ്ങൾ ഹോമോസെക്ഷൽ ആണെന്ന് വിചാരിച്ച് എന്നും നിങ്ങൾ ഹോമോസെക്ഷൽ ആകണമെന്നൊന്നുമില്ല, നിങ്ങൾ ഹെറ്ററോസെക്ഷലായി മാറാം. അപ്പോൾ അതിലും എന്താണ് പറയുക, അതിൻ്റേതായ അതിനാണ് ജെൻഡർ ഫ്ലൂയിഡിറ്റി, അതുപോലെ തന്നെ സെക്ഷൽ ഫ്ലൂയിഡിറ്റി എന്നുള്ള പദങ്ങളൊക്കെ അതിനാണ് അർത്ഥാക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ഏത് തരം ജെൻഡറും തിരഞ്ഞെടുക്കാനുള്ള ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്യണം, ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. സെക്ഷുവാലിറ്റി അതുപോലെ തന്നെ, അത് നമ്മൾക്ക് ഇന്നത് മാത്രമേ പാടും അങ്ങനെയൊന്നുമില്ല, അതൊരു മഴവില്ല് പോലെ ഇങ്ങനെ എന്താ പറയുക ഒരു സ്പെക്ട്രാണ്. അപ്പോൾ അതിൽ നിന്ന് പല നിറങ്ങളുണ്ടാവും, പല നിറങ്ങളും മിശ്രിതങ്ങളുണ്ടാവും. അപ്പോൾ അത് ഏത് നമ്മൾക്ക് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഇതിന് പറ്റിയൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വില്ലന്മാരാരാണ് സത്യത്തിൽ, ഒരു കുട്ടിയിലെ ചെറുപ്പത്തിൽ തന്നെ ആണാണ് പെണ്ണാണെന്നുള്ള ബോധം സമൂഹം അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവർ പറയുന്നതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ കളിപ്പാട്ടങ്ങൾ, വസ്ത്രങ്ങൾ, പിന്നെ കളികൾ ഒക്കെ ഇതെന്താണ് ആ മനസ്സിൽ എല്ലാവരും ജനിക്കുന്നത് ജെൻഡർ ന്യൂട്രൽ ആയിട്ട്, പിന്നെ സൊസൈറ്റിയാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, ജെൻഡറൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവർക്ക് പരസ്പരം ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകാത്ത വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. ഇപ്പോൾ ഈ വാഷ്റൂമുകൾ ഓൾ ജെൻഡേർഡ് ആകുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ ഏത് തരം ലൈംഗികതയും സമൂഹത്തിൽ എന്താണ് പറയുക ന്യായീകരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉറപ്പൊക്കെ ഉണ്ടാകാം ഇപ്പോൾ, പക്ഷെ അതിനെ നമ്മൾ പോലും സാധാരണ അത് ഒരു കുഴപ്പമില്ലാത്ത ഒന്നാണ് എന്നുള്ള നിലയ്ക്ക് അതൊരാളുടെ താല്പര്യം, അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രം ചുരുക്കി കൂട്ടിയിട്ട് കാണുന്ന ഒന്നാക്കി മാറ്റണം. ഇതാണ് അവർ ആഗ്രഹിക്കുന്ന ഒരു ലോകവും സ്വപ്നം. അപ്പം അതിൻ്റെ ഓരോ ചവിട്ടുപടികളും അതിൻ്റെ ഓരോ എന്താണ് പറയുക പൊതുബോധത്തെ തകർക്കാനുള്ള നിർമ്മാണങ്ങളാണ് സത്യത്തിൽ ഇതൊക്കെ. സത്യത്തിൽ ഒരു യൂണിഫോമിൽ ഒതുങ്ങുന്ന അത്രയും നിഷ്കളങ്കല്ല സംഗതി. മന്ത്രി സൂചിപ്പിച്ച പോലെ ഇത് ഹെറ്ററോ നോർമറ്റീവായി ഒരു സൊസൈറ്റി എന്നുള്ളത് മാറ്റി ഏത് ലൈംഗികതയും സ്വാഭാവികമാകുന്ന ഒരു സമൂഹമാണ് ലക്ഷ്യം വെക്കുന്നതാണ്. അപ്പം അതിനെ ആ നിലക്ക് പിന്നെ അതിനെ ഫേസ് ചെയ്യാനും അതിനെ എതിർക്കാനും പ്രതികരിക്കാനും സമൂഹത്തിന് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ സമത്വം, സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് നമ്മളെ ബയോളജിക്കലായി തന്നെ ഒരു അടിസ്ഥാനമില്ലാത്ത, സത്യത്തിൽ ഇവർ സയൻസ് പഠിക്കുന്നില്ല, ഇവർ സയൻസിൻ്റെ ആളുകളായി വരുന്നു, സയൻസ് ഇവർ പഠിക്കുന്നില്ല, തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നില്ല, കുറേ ഫിലോസഫി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതിൽ ഇവർ സ്വാഭാവികമായി പറയുന്ന സംഗതി ട്രാൻസ്ജെൻഡറുകൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ജെൻഡർ ന്യൂട്രൽ വാഷ്റൂംസ് അത്തരം സംഗതികൾ എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബാത്റൂമിലോ ഒതുങ്ങി നിൽക്കുന്നതാണോ ട്രാൻസ്ജെൻഡറുകളുടെ വിഷയം? സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ട്രാൻസ്ജെൻഡറുകളും ഇന്റർസെക്സുകളും അവരെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാരും നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിനെ പരിഗണനാപൂർവ്വം നമ്മൾ പരിഹരിക്കുകയും അതിന് ശരിയായ പരിഹാരം അതിനെക്കുറിച്ച് ശരിയായ പരിഹാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർക്ക് പോലുള്ള അവസ്ഥ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ വാൾട്ട് ഹെയർ, അങ്ങനെ ഓരോ ആക്ടിവിസ്റ്റുകളും ഇതിനെതിരെ ഇവരെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി ചർച്ച ചെയ്യുന്നവരെ
ഇവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, ഹോമോഫോബിക് ആക്കുന്നു, ട്രാൻസ്ഫോബിക് ആക്കുന്നു. ഇതൊരു നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അവർക്കുള്ള ഫണ്ട് തടയുന്നു, അവരുടെ ഇടപെടലുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ നീക്കം ചെയ്യുന്നു. അത്തരം ഭയങ്കര ഫാഷിസ്റ്റ് നടപടികളാണ് ഇവരോട് സ്വീകരിക്കുന്നത്. അതേസമയം ഇവർ സംസാരിക്കുന്നതിനെ പറ്റി ഇവിടെ ഞങ്ങളെ ശബ്ദത്തെ സ്വാതന്ത്ര്യത്തെ സംസാരിക്കും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ജെൻഡറുകൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഒന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഒരു വലിയൊരു സമൂഹം, ഇപ്പോൾ സ്ത്രീകളെന്ന് പറയുന്ന വലിയൊരു സമൂഹത്തിന് എന്ത് ചെയ്യുന്നു, ഇത് വലിയ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ന്യൂനപക്ഷമായ ട്രാൻസ്ജെൻഡറുകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വലിയൊരു വിഭാഗത്തിനെ ഒരു ദുരിതക്കയത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അതിന് മറ്റു മാർഗങ്ങളോ എന്താണ് പരിഹാരം, അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുകയും അത് അത്തരം പഠനങ്ങളുടെ പിൻബലത്തിൽ നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു പുരോഗമന കുപ്പായം കിട്ടുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗത്തെ ഡിസ്കംഫർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഷ്റൂം തുടങ്ങിയത് കൊണ്ട് ഇവിടുത്തെ ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ ഉൾക്കൊള്ളും. ഇവിടെ നമ്മൾ ഇസ്ലാമികമായി ഇപ്പോൾ ട്രാൻസ്ജെൻഡറുകളെ ഉൾക്കൊള്ളുന്ന ഈ വിഷയം, അതിന് ഇത്തരം ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ, ഇതിനൊക്കെ ഇസ്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് വസ്തുനിഷ്ഠമായിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചാണ് നമ്മുടെ ലിംഗത്തെ ബോധത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് ഇസ്ലാം ആ കാര്യത്തിൽ ഭയങ്കര നിഷ്കർഷത ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രോസ് ഡ്രസ്സിങ് ഇസ്ലാം അനുവദിക്കുന്നില്ല. പുരുഷൻ്റേതും സ്ത്രീയുടെ വസ്ത്രങ്ങളോ ധരിക്കുക. റസൂൽ അതിനെ ശപിച്ചതായിട്ടാണ് നമ്മൾ ഹദീസുകളിൽ കാണും. എതിർ ലിംഗത്തിന്റെ വസ്ത്രം ധരിക്കുക. അപ്പോൾ വാൾട്ടയറിന്റെ ഇത് വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന സംഗതി, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായ ക്രോസ് ഡ്രസ്സിങ് അതെൻ്റെ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വത്തെ എന്ത് ചെയ്തു, സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഗതിയാണ്. ഇസ്ലാം അതിനെ നന്നായിട്ട് ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ സെഗ്രിഗേഷൻ, അത് സത്യത്തിൽ ആ ലിംഗത്തെ ബോധം ആ ശരീരത്തിനനുസരിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇസ്ലാം വളരെ കൃത്യമായിട്ട് ആണായിട്ടും പെണ്ണിനെ പെണ്ണായിട്ടും എന്താണ് പറയുക, അവർക്ക് വളരുന്ന സാഹചര്യങ്ങളും ആ രൂപത്തിൽ ഒരുക്കാനാണ് അവരോട് എന്ത് ചെയ്യുന്നത്, അതിലുള്ള സംവിധാനങ്ങളും അതിനുള്ള നിയമങ്ങളുമാണ് ഇസ്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ട്രാൻസ്ജെൻഡറുകൾ, ഇന്റർസെക്സുകൾ, ഇവരുടെ വിഷയങ്ങളൊക്കെ ഒരുപാട് ഇസ്ലാം, അത് ചില ആളുകളുടെ വിചാരം നമ്മളിതിനും എല്ലാം ഇവരെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, അവരെ ദുരിതങ്ങളൊന്നും അങ്ങനല്ല. ഇതെത്രയോ പൗരാണികരായ പണ്ഡിതന്മാർ പോലും ഇവരുടെ വിഷയങ്ങൾ, ഹുൻസ, മുത്തറജിൽ മുഖന്നസ്, ഹുൻസ മുഷ്കില, എന്തെല്ലാം പദങ്ങൾ നമ്മൾ ഇതിൽ കാണാൻ പറ്റും, ഫത്വകൾ കാണാൻ പറ്റും. വളരെ ദയാപൂർവം അവരുടെ അനന്തരാശ സ്വത്ത് അവർക്ക് എങ്ങനെ കിട്ടണം, പിന്നെ അവരുടെ നിസ്കാരം, ഈ ബാധത്തുകൾ എങ്ങനെ, അതൊക്കെ വളരെ ഡീറ്റെയിൽ ചർച്ചയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒരിക്കലും വാലിഡ് അല്ല. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവരെ മുന്നിൽ നിർത്തി ഇവരെ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ച് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ, അഥവാ ഈ പറഞ്ഞ ലൈംഗിക താല്പര്യങ്ങൾ, ഈ ഹോമോസെക്ഷാലിറ്റി, അതുപോലെ തന്നെ അതിലൊന്നും നിൽക്കാത്ത സ്പെക്ട്രം പോലെ കിടക്കുന്ന സെക്ഷാലിറ്റികളുടെ താല്പര്യങ്ങൾ, ഇത് മൊത്തം നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇതിലപ്പുറം വേറെ അജണ്ടകളൊന്നുമില്ല. എന്നിട്ട് ഇതിനെതിരെ ആരെയും സംസാരിക്കുമ്പോൾ അപ്പം നമ്മൾ ട്രാൻസ്ജെൻഡറുകൾക്കെതിരാണ്, ഇവർക്കെതിരാണ് എന്ന് വരുത്തി തീർത്ത് നമ്മൾക്കൊരു ചാപ്പ തന്ന് നമ്മളെ മൂലക്ക് ഇരുത്തുക. ഇതാണ് പലപ്പോഴും പല ആളുകളും വരുത്തുന്ന സ്ട്രാറ്റജി. പല ആളുകളും, അത് മുഴുവനായി പറഞ്ഞതല്ല, പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക, ഹെയ്റ്റ് അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇത് നടപ്പാക്കാൻ മുന്നിട്ട് വരുന്നത് പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പിന്നെ SFI ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ഇതിന് പിന്നെ രംഗത്ത് വരുന്നതും അതിനുവേണ്ടി വാദിക്കുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ശരിക്കും കമ്മ്യൂണിസത്തിൻ്റെ മാർക്സിസത്തിൻ്റെ ഒരു ആശയം, ഇപ്പോൾ ഈ സ്ത്രീകളെ കച്ചവടവൽക്കരിക്കുന്ന വിഷയം, ഇതിലൊക്കെ ശരിക്കും മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ വിരുദ്ധമാണ് അല്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഹിജാബുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ എന്തിൽ പോലും ഇപ്പോൾ LGBT പൊളിറ്റിക്സിനെ കേരളത്തിൽ വലുതാക്കി കൊണ്ടടക്കുന്നതിലും ഇതിനെ വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതിലും അതിലെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർ ഒരേ സമയം ചെഗുവേരൻ്റെ ഫ്ലാഗ് വീശുന്നു. ഇപ്പോൾ ചെഗുവേര അവരെ പറ്റി പറഞ്ഞിട്ടുള്ള അവരെന്താണ് പറയുക, ലൈംഗിക വൈകൃതം എന്നുള്ളതാണ് ഈ ഹോമോസെക്ഷാലിറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോസഫ് സ്റ്റാലിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ എന്താണ് പറയുക, ഇത് ബൂർഷാസികളുടെ ഒരു ദുർവൃത്തിയാണ് ഹോമോസെക്ഷാലിറ്റി പറയുന്നത്. അങ്ങനെ പിന്നെ അവർക്ക് അംഗത്വം നൽകാതിരിക്കുക പാർട്ടിയിൽ, ഇങ്ങനെ വളരെ കർശനമായ നടപടികൾ ഹോമോസെക്ഷലുകൾക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഹിസ്റ്ററി അങ്ങനെയാണ്. പിന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരേ സമയം പറഞ്ഞ പോലെ ചെഗുവേര പറഞ്ഞതിന് ഇതൊരു ഡിസ്കഷൻ ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ഉയർന്നു വന്നപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഇവരെ മുൻ നേതാക്കൾ പറഞ്ഞതും വളരെ ഹോമോഫോബിക്കായ സംസാരങ്ങൾ. അപ്പോൾ ഇവർ പറഞ്ഞത് ഇതൊരു വളർച്ച നിലച്ചൊരു മരമല്ല കമ്മ്യൂണിസം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൽ. എന്താണ് പറയുക, ഒരു പൊതുസമൂഹത്തിൽ പുരോഗമന കുപ്പായം കിട്ടാൻ എന്തും ഞങ്ങൾ ഏറ്റെടുക്കും. ഇങ്ങനൊരു മെസ്സേജാണ് പലപ്പോഴും അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. അതിലപ്പുറം ഇതിനൊന്നും ഒരു അടിസ്ഥാനവും അവർക്കില്ല. സത്യത്തിൽ ഇവ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ട്, അത് അതിൻ്റെ മുമ്പാണെന്നറിയില്ല, ഈ പറഞ്ഞ ഒരു കോളേജിൽ അവിടുത്തെ പ്രൈഡ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ കോളേജിൽ സ്റ്റേജിൽ
വെച്ച് പിന്നെ 2 ആൺകുട്ടികൾ പരസ്പരം ചുംബിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ബാക്കിൽ SFIയുടെ ഫ്ലെക്സ് ഉണ്ട്. അപ്പം അതിൽ വരെ നേതാക്കളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ കണ്ടത്, ഇത് കണ്ട ചെഗുവേര മുത്തപ്പൻ ചിരിക്കുന്നുണ്ടാവുന്ന. കാരണം ഇവർ ഇതിന് നേരെ എതിരായിരുന്നു. ഇപ്പോൾ ജോസഫ് സ്റ്റാലിൻ അയാളുടെ ഭരണകാലഘട്ടത്തിലൊക്കെ നടപ്പിലാക്കിയ നിയമങ്ങൾ ഈ വിഷയത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിന് നിയമപരിഷ്കാരങ്ങളൊക്കെ നടത്തുമ്പോൾ ചില ആളുകൾ കത്തെഴുതുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ ഹാരി വെയ്റ്റ്, അദ്ദേഹം ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് മെമ്പറാണ്, പിന്നെ മോസ്കോ ഡെയിലി പത്രത്തിൻ്റെ പത്രാധിപരൊക്കെയാണ് അദ്ദേഹം, അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം കത്തെഴുതുന്നത് പിന്നെ ഹോമോസെക്ഷലുകൾക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുത്തുകൂടെ എന്ന് ചോദിച്ച കത്ത്. ഇപ്പോൾ ജോസഫ് സ്റ്റാലിൻ എന്താ ചെയ്യുന്നത്, അതിന് തിരിച്ച് കത്തയക്കുന്നൊന്നുമില്ല. അയാൾ ആ സാധനം വാങ്ങി അവിടെ വെക്കുന്നു. എന്നിട്ട് അതിന് ഒറ്റ കമൻ്റാണ് എഴുതിയേക്കുന്നത്, ഒറ്റ വാചകം. അദ്ദേഹം പറയുന്നത് പിന്നെ ആൻ ഇഡിയറ്റ് ആൻഡ് ഡീജനറേറ്റ് എന്നാണ്. അതായത് ഇയാൾ മഹാവിഡ്ഢിയാണ്, ധാർമ്മികതയില്ലാത്ത മൂല്യബോധമില്ലാത്ത മനുഷ്യൻ എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മൂല്യബോധത്തെക്കുറിച്ചും പിന്നെ ധാർമ്മികതയെക്കുറിച്ചൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അന്ന് മുതലാളിത്തം ഛർദ്ദിച്ച ഒഴിവാക്കിയ എല്ലാ അമേദ്യങ്ങളും എന്ത് ചെയ്യാണ് ഇന്നത്തെ SFI ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന കാണുമ്പോൾ ശരിക്ക് സഹതാപം തോന്നുകയാണ്. അല്ല, ഇപ്പൊ കമ്മ്യൂണിസത്തിന് ആകെ ഉണ്ടായിരുന്നൊരു ഗുണം മുതലാളിത്തത്തിന്റെ ഈ പ്രശ്നങ്ങളെ അവർ കൃത്യമായിട്ട് വരച്ചു കാണിച്ചിരുന്നു. അതെ, അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഏക ഗുണം. പക്ഷെ എന്ത് ചെയ്യാം, അപ്പൊ അത് മുഴുവൻ ഏറ്റെടുത്ത് അതിനൊരു അടിമപ്പണി എടുക്കുക, ആ ആശയങ്ങളെ നടപ്പിലാക്കുന്നവരും സമൂഹത്തിലേക്ക് എത്തിക്കുന്നവരായി മാറുന്ന ഒരു സ്ഥിതിവിശേഷപ്പുണ്ട്. ഈ ജെൻഡർ ന്യൂട്രൽ ചർച്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ 1920 സോവിയറ്റ് റഷ്യയിൽ അവർ നടപ്പിലാക്കിയെന്ന് സ്റ്റേറ്റ് നടപ്പിലാക്കിയത് എന്താ വെച്ചാൽ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്നതിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുകയാണ്. സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുക, അവരിങ്ങനെ പ്രദർശനാവസ്ഥയാവുക, ഇത്തരം സംഗതികൾ വലിയ രൂപത്തിൽ അതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നു, ലഘുലേഖ അടിക്കുന്നു, സ്ത്രീകൾ അതിനെതിരെ ബോധവൽക്കരിക്കുന്നു. അങ്ങനെ സ്ത്രീകളെ കച്ചവടച്ചൽക്കാക്കുന്ന മുതലാളിത്തത്തിനെതിരെ വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, മാർക്സിസ്റ്റ് പ്രസ്ഥാനമാണ് അത് ചെയ്യുന്നത്. ആ സ്ത്രീകളുടെ ജീവിതം എന്നുള്ളത് ഇങ്ങനെ പുരുഷന്മാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നതാണ്. പക്ഷെ ഇന്ന് മുതലാളിത്തത്തിൻ്റെ എല്ലാ ഇത്തരം ലിബറൽ പിന്നെ വേസ്റ്റുകളും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ SFI ഉൾപ്പെടെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ്, നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുള്ളത് വലിയൊരു ദുരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നെ സയൻസ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? സത്യത്തിൽ ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങളിൽ സംഭവിച്ച എന്താണ്? നമ്മുടെ നാട് ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണ്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ലോകതലത്തിൽ തന്നെ ലോബിങ് നടത്തി നിലനിൽക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ഈ ബോയ്ക്കോട്ടും അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക, ഒരു നല്ല ഭയങ്കരമായി വലുതായി നിലകൊള്ളുന്ന ഒരു ആക്ടിവിസമാണ്. ഇപ്പോൾ ഈ ആക്ടിവിസം നടന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾക്ക് നൽകുന്ന പാഠങ്ങൾ. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, അവിടുത്തെ ടീനേജേഴ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ഈ തരം പറയുന്ന ജെൻഡർ തിയറിയും ക്വയർ തിയറിയും അതിനൊക്കെ ഉൾക്കൊണ്ട സമൂഹങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അവിടെ പ്രധാനപ്പെട്ടത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ള സ്വന്തം ലിംഗത്വത്തെക്കുറിച്ചുള്ള, അതും ലിംഗവും അതുപോലെ തന്നെ സ്വന്തം സെക്സും അതുപോലെ തന്നെ ലിംഗബോധവും തമ്മിൽ ചേരാത്തൊരു, അവരെ സംബന്ധിച്ചിടത്തോളം പൊരുത്തപ്പെടാത്തൊരവസ്ഥ സംശയം ഉണ്ടാകുന്നു. അപ്പോൾ അത് ഭയങ്കരമായി വ്യാപിക്കുന്ന ഒരു സാംക്രമിക ലോകം പോലെ അത് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അതിൻ്റെ ഭാഗമായി നടക്കുന്ന കൺവേർഷൻ തെറാപ്പികൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ, പിന്നെ അതുപോലെ തന്നെ അതുമായി STDs രോഗങ്ങൾ, പിന്നെ അത് ഫാമിലി സ്ട്രക്ചറിന് ചെയ്യുന്ന വലിയ ആഘാതം, അതാണ് അതിൽ പ്രധാനമായി പരിഗണിക്കേണ്ട ഒരു വിഷയം. ഇങ്ങനെ ഒരുപാട് അവിടുത്തെ എന്താ പറയുക സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വലിയൊരു എതിർസ്വരം ഇതിനെതിരെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കരമായിക്കൊണ്ട് ലോകതലത്തിൽ തന്നെ ഈ ഒരു ആക്ടിവിസത്തിനെതിരെ അതിൻ്റെ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഡാറ്റകളും അതുപോലെ തന്നെ പഠനങ്ങളും ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരുപാട് വോയിസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു അബദ്ധത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൂടി നാടിനെ കൂടി എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ അതാണ് അതിൽ ചേർത്ത് പറയാനുള്ളത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ആശയത്തിൻ്റെ അതിൻ്റെ അപ്രസക്തി, അത് എത്രത്തോളം സമൂഹത്തിന്, വ്യക്തിക്ക്, കുടുംബത്തിന് എത്രത്തോളം ദൂഷ്യമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് കേവലം ഇത് ചർച്ച ചെയ്യുമ്പോൾ അത് മതവിശ്വാസികളുടെ മാത്രം സംഗതിയാണ്, അല്ലെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നതൊക്കെ പറഞ്ഞ് ചാപ്പയടിക്കുന്നതിന് പകരം ഇതിനെ എല്ലാ മേഖലയിലും ശാസ്ത്രീയമായും സാമൂഹിക പഠനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയുള്ള അതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി കൃത്യമായി അതിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാനും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.